ഹാപ്പി ബർത്ത്ഡേ ടു ദി മെഗാ വൺ മമ്മൂക്ക. മമ്മൂക്കയുടെ പിറന്നാളാണ് ഇന്ന്. അപ്പോൾ ലോകമെമ്പാടുമുള്ള മമ്മൂക്കയുടെ ആരാധകർ, സിനിമാ പ്രേമികളൊക്കെയും ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊപ്പം ഇപ്പോൾ അബുസലിമൊക്കെ ഉണ്ട്. ഇക്ക മമ്മൂക്കയുമായിട്ട് ഒരുപാട് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ളൊരു ആളാണ്. എപ്പോഴും പല സിനിമകളിലും ഓപ്പോസിറ്റ് വില്ലനായിട്ടൊക്കെ ആയിരിക്കും. എന്നാലും ആ ഒരു കോംബോ കെമിസ്ട്രിയൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഹിറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. എന്താണ് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിട്ട് ആദ്യം പറയാനുള്ളത്? എൻ്റെ ഒരു ബന്ധം തുടങ്ങുന്നത് 1991 കാലഘട്ടത്താണ്. ജോണി വാക്കർ എന്ന സിനിമയിലാണ് അഭിനയിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ നേരിട്ട് പരിചയപ്പെടുവാനും അതിൽ അഭിനയം കഴിഞ്ഞ് പിന്നീട് തുടർന്ന് ആ ഒരു സൗഹൃദം ഇന്ന് വരെ ഇത്രയും വർഷമായിട്ടും വളരെ നല്ലൊരു സുഹൃബന്ധം അദ്ദേഹമായിട്ടുണ്ട്. ധാരാളം ഫിറ്റ്നസിനെ കുറിച്ചുള്ള ടിപ്സും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ഫുഡും കാര്യങ്ങളും അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയും കുടുംബപരമായുള്ള സംസാരങ്ങളും വളരെ എന്താ പറയേണ്ടത്, അത്രയും സ്നേഹമുള്ള അല്ലെങ്കിൽ കാരുണ്യമുള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക. ഏത് സമയത്തും അദ്ദേഹം നമ്മുടെ കുടുംബകാര്യങ്ങൾ അന്വേഷിക്കലും അതുപോലെ തന്നെ പിന്നെ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണം, എൻ്റെ 100ാമത്തെ സിനിമയായിരുന്നു പ്രജാപതി എന്ന സിനിമ. ആ സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ രാവിലെ ഒരു 7 മണിക്ക് പോകേണ്ടതാണ്. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, കൺട്രോളർ വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് ഒരു 10 മണിയാകുമ്പോഴേക്ക് എത്തിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 10 മണിയാകുമ്പോൾ ചെല്ലുമ്പോൾ കണ്ടത്, ഇത് തലേ ദിവസം മമ്മൂക്കയുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു 100ാമത്തെ സിനിമയാണെന്നുള്ളത്. അപ്പം അബു സലീമിൻ്റെ 100ാമത്തെ ചിത്രത്തിന് പിന്നെ ആശംസകളെന്ന് പറഞ്ഞിട്ടൊരു ബാനറും പിടിച്ചിട്ട് ഞാൻ വരുമ്പോൾ സെറ്റിൽ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത്രയും അതുപോലെ തന്നെ സെറ്റിലുള്ള ആരുടെ ആയാലും, സെറ്റിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന ആരുടെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാലും പിന്നെ നമ്മുടെ ഷൂട്ടിംഗ് സമയത്താണെങ്കിൽ അത് വളരെ ഗംഭീരമായി തന്നെ കേക്കൊക്കെ മുറിച്ച് മമ്മൂക്ക ആഘോഷിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പിറന്നാളിനും എല്ലാവരും അതുകൊണ്ട് തന്നെയാണ് ഇത്ര ആത്മാർത്ഥമായിട്ട് ആശംസകൾ അറിയിക്കുവാനും അല്ലെങ്കിൽ പിറന്നാൾ ആഘോഷിക്കുവാനും മുന്നോട്ട് വരുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ 74ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യം സർവശക്തി നൽകട്ടെ എന്നും മമ്മൂക്കാക്ക് 1000 ജന്മദിനാശംസകൾ നേരുന്നു. താങ്ക് യു. ഒരൊറ്റ കാര്യം, അതായത് ഇതിനെപ്പറ്റി പറയാൻ ഏറ്റവും യോഗ്യനൊക്കെ ആയതുകൊണ്ടാണ് മമ്മൂട്ടി ആസ് എ ഫിറ്റ്നസ് ഫ്രീക്ക്. അതൊരു വേറെ ലേബലാണ്, ഒരു ടാഗ് ലൈനാണ്. കാരണം ഇത്രയധികം ഫിറ്റ്നസിനെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യൻ 74ാം വയസ്സിൽ എന്നൊക്കെ പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോക്കുകൾ എങ്ങനെ? കാരണം മമ്മൂട്ടി എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫിറ്റ്നസ് ട്രെൻഡുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യം ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഭക്ഷണം നല്ല ഇഷ്ടമാണ്, ഭക്ഷണപ്രിയനാണ്. പക്ഷേ അതൊക്കെ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനും ഡയറ്റ് ചെയ്യാനൊക്കെ വളരെ പ്രാപ്തിയുള്ള വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ നമുക്കൊക്കെ ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ടിപ്സൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അദ്ദേഹം അതുപോലെ ഫുഡ് കഴിക്കേണ്ടത് എങ്ങനെയാണ്, മമ്മൂക്കാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ആധികാരികമായിട്ട് സംസാരിക്കാനുള്ളൊരു കഴിവുണ്ട്. കാരണം നല്ല വായിച്ചും അത് നല്ല പരിജ്ഞാനമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യത്തിലും പല കാര്യങ്ങളും നമ്മൾക്ക് അദ്ദേഹം പകർന്നു തരും. നമ്മൾ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യും. അങ്ങനെയുള്ളൊരു ബന്ധമാണുള്ളത്. അതുമാത്രമല്ല, ഏത് സമയത്തും അത് പരിപാലിച്ച് പോകണം എന്നുള്ള ഒരു തികഞ്ഞ മനസ്സുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ എന്തായാലും അബു സലീമിക്കാണ് നമുക്കൊപ്പം ചേർന്നത്. ഏറ്റവും പ്രധാനമായിട്ടും മമ്മൂക്ക ഓരോരുത്തരോടും കാണിക്കുന്ന ഒരു സ്നേഹം, സെറ്റുകളിലൊക്കെയും ഓരോരുത്തരുടെ പിറന്നാളൊക്കെ വരുമ്പോൾ അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പിറന്നാളിനും ഓരോരുത്തരും, അതുകൊണ്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ആശംസ പോസ്റ്റുകൾ വരുന്നത്. എന്തായാലും മമ്മൂക്കയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശ് പട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ.